രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പേ പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനും അനുരാഗിയാം അമ്പലത്താവേ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിരീകൾ തൊഴുതു പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിരീകൾ തൊഴുതു കണ്ണുകളാൽ അർച്ചന മൗനങ്ങളാൽ കീർത്തനം എല്ലാം അറിയും നീ ഗോപുരവാതിൽ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനും അനുരാഗിയാം അമ്പലത്താവേ ഇന്ദ്രജാലങ്ങൾ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പേ പാടുവതും രാഗം തേടുവതും രാഗമാ ദേവനും അനുരാഗിയാം അമ്പലത്താവേ നീ എന്താ അവിടെ കാട്ടണേ? നീ വന്നേ, നീ അവിടെ പോയി ചാലി കയറിയേ, ഇവിടെ കിടന്ന് കളിക്കാതെ. ആരോ വരുന്നുണ്ട്.
ഒരു കമ്പിയുണ്ട്. എനിക്കോ? അതെ. അമ്മയൊന്ന് കണ്ടിട്ട് പോയാൽ മതി. എന്താ ഇങ്ങനെ കാലം തെറ്റിയുള്ളൊരു മഴ? തനിക്ക് വേണമെങ്കിൽ പോയി കാണണം, വേണ്ടെങ്കിൽ പോയി കാണണ്ട. ഏതായാലും ഈ പരീക്ഷ എടുത്ത സമയത്ത് ഇതും പറഞ്ഞ് രാധ അപ്സെറ്റ് ആക്കണ്ട. എത്ര മണിക്കാ ട്രെയിൻ പറഞ്ഞേ? വെളുപ്പിന് 3:30. എന്റെ അമ്മോ, നല്ല മഞ്ഞുവാ. ഏതായാലും ഞാൻ പോവാ ഋഷി. അവൾ എന്നെ എക്സ്പെക്ട് ചെയ്യും. ഇല്ലെങ്കിൽ അവൾ എന്തിനാ വെറുതെ ഇപ്പൊ എന്നെ മാത്രം ഓർത്ത്? ഇതായിപ്പോ വേറെ പലർക്കുമായിട്ട് ഇങ്ങനെ പല ടൈമും ഡേറ്റും ഒക്കെ അവള് മുറിച്ചു കൊടുത്തിരിക്കുകയായിരിക്കും. തനിക്ക് കിട്ടിയ എളുപ്പങ്ങല. ആയിക്കോട്ടെ, ഏതായാലും വെളുപ്പിനാ നേരം അവൾ എനിക്ക് തന്നിരിക്കുക. അവൾ എന്നെ സ്റ്റേഷനിൽ നോക്കും. ആ നേരത്ത് ഞാനിവിടെ ഉണ്ടാവണം. ఏంటి ఎందుకలా చూస్తావు? చచ్చే, పొద్దున నడుస్తా అనుకుంటే అది కూడా వీలు పడనివారు ఈ మనుషులు. అసలు ఒక ఆడదానితో ఎలా ప్రవర్తించారో ఎప్పుడు నేర్చుకుంటారు. ఏయ్యా, నీకు అమ్మ అక్క చెల్లెల్లేరా? రాందాని ఈ దేశం మరి పాడైపోయింది. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാനൊരു ആന്ധ്രാക്കാരിയായിരുന്നു, ഗുൾട്ടി. തെലുങ്കല്ലാതെ മറ്റൊരു ഭാഷയും പറയാൻ അറിയാത്തൊരു ജമുന റാണി. അതിന്റെ ഹാങ് ഓവറാ. ഇനിയിപ്പോ നേരെ ആയിക്കോളും. ടെലഗ്രാം കിട്ടിയോ? ഇതെന്ത് ചോദ്യം? ടെലഗ്രാം കിട്ടാതെ ഞാൻ ഈ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് പോണം മാഷേ. ഇത് കേട്ടാ തോന്നും പതിവായിട്ട് പ്ലാറ്റ്ഫോമിലല്ല കിടക്കുന്നത്. ബാഗ് പിടിസാറെ വാചടിച്ചു നിൽക്കാതെ. അപ്പോ നമ്മളിപ്പോ എങ്ങോട്ട് പോകുന്നു?
എങ്ങോട്ട് പോകുന്നു നിങ്ങൾ പറയേ. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, നടക്കാൻ പോകുന്നു. ഈ നേരത്താ? ആ, നമ്മൾ രണ്ടാളില്ലേ? നടക്കാൻ കൊതിയായിട്ടാ. എപ്പോഴും ഈ അടച്ചുമൂടിയ മുറികളിലിരുന്ന് മതിയായി. നമുക്ക് നടക്കാൻ കൺട്രാക്ടറെ, വെള്ള കീറുന്നത് വരെയെങ്കിലും നടക്കാം. എങ്ങോട്ടാണാവോ ഈ നേരത്ത് ഇതിനെ കൊണ്ട്? എവിടുന്ന് പൊക്കിക്കൊണ്ടുവന്നാണേലും ജാക്കി ജാക്കിയല്ല, ഇന്റർനാഷണൽ ജാക്കി. പിന്നെ സ്ഥലവാസികൾക്ക് 5 മണി വരെ പാതിരാത്രിയുടെ ലൈസൻസ് ഓ, ഉള്ളതാണ്. ഒന്ന് കളയണം സാറേ. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇപ്പോ ചാടിക്കയറി തിന്നുന്നെങ്കിൽ അങ്ങ് തിന്നോണ്ട് പോട്ടെ. നമുക്ക് നടക്കാന്നേ. നമുക്ക് ടാക്സി ഓടിച്ചാലോ? അങ്ങനെ ഇപ്പൊ വേണ്ട, ഒരു മടിയൻ. നടക്ക് നടക്ക്. മഠത്തിൽ ചേർന്നതിന്റെ പ്രൂഫായിട്ട് അന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു. വീട്ടിലയക്കാൻ. കാണണോ? തമാശയാ. വേഷം എങ്ങനെ? കൊള്ളാം. നിന്നെ പോലെ മൊഹസ്സയുള്ള പെൺകുട്ടികൾക്ക് ഏറ്റവും യോജിക്കുന്ന വേഷം. അപ്പോ എന്റെ ഏറ്റവും സ്യൂട്ടബിൾ ഡ്രസ് ഇതാണെന്നാണോ പറയുന്നത്? അതെ, ഇതല്ലെങ്കിൽ പിന്നെ ഒരു വേഷം ഇല്ലാതെ. ജയിൽ പുള്ളികളെ പോലെ അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കൂടാൻ പറ്റിയാ നന്നായിരുന്നു. അതിപ്പോ ഒരല്പം മുറ്റവും ഇറങ്ങി നിന്നാൽ ഒരിത്തിരി കാറ്റും. മുറികൾ എനിക്കിനി വയ്യ. പണ്ട് ജീവിതം മടുത്ത പോലെ ഇപ്പൊ മുറികളും മടുത്തു. ചുവരുകൾ, ചുവരിനുള്ളിലെ ചുവരുകൾ, സൈഡ് റൂമിന്റെ, ബെഡ്റൂമിന്റെ, ബാത്റൂമിന്റെ എല്ലായിടത്തും ചുവരുകൾ. അവിടുന്ന് വിട്ടാൽ ഓടുന്ന ചുവരുകൾ, കാറിന്റെയോ ട്രെയിനിന്റെയോ ചുവരുകൾ. ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും ഒഴിഞ്ഞ വീട് വല്ലതും ഉണ്ടെന്ന് തിരക്കി നോക്കണം. നമുക്കൊരു സൗകര്യം വേണ്ട. മേലേക്ക് നോക്കിയ മേഘങ്ങൾ കാണണം, രാത്രിയും പകലും. അത്രേ വേണ്ടു. ഒരു വീടുണ്ട്, പക്ഷേ ക്ലാര അവിടെ വരുമെന്ന. ആരും താമസമില്ലാത്ത വീടാ. പക്ഷെ അത് ആ തങ്ങളിന്റെ ഓർമ്മയില്ലേ? സാരമില്ല, പോവാം. പക്ഷേ കഴിയുമെങ്കിൽ അയാളെ കാണാതെ കഴിച്ചാൽ നന്നായിരുന്നു. പേടിയാ? പേടിയല്ല, പക്ഷേ എനിക്കെന്തോ ആ മനുഷ്യനെ കാണാൻ വയ്യ. എത്രയൊക്കെ ആയാലും ഞാൻ അയാളെ ചതിച്ചവളാണല്ലോ. ആളവിടെ ഉണ്ട്. ഒതുക്കിയെടുത്തേരെ, 1 മിനിറ്റ്.
ആക്സിഡായത് നന്നായി, അവൻ അവിടെ പോയിട്ടുള്ളതാ. പിന്നെന്താ, ഒരു സൗകര്യമില്ല, ആൾവാസം ഇല്ലാതെ കിടക്കണ ഇടല്ലേ. അത് സാരമില്ല. എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ ഒന്ന് കൂക്കിയാൽ മതി. താഴെ വീട്ടിൽ നിന്നൊരു ചെക്കൻ വരും, അവൻ വാങ്ങിച്ചോണ്ട് തരും. ഒരു 1-2 ദിവസം അവിടെ ഉണ്ടാവില്ലേ? അറിയില്ല. ആ പെൺകുട്ടി എന്നെ കുറിച്ച് വല്ലതും തിരക്കിയോ? തമ്മി കാണാതെ കഴിക്കണമെന്ന് പറഞ്ഞു. താഴെ കാറിലിരിപ്പുണ്ട്. വേണ്ട, കാണണ്ട. അത്ഭുതം തോന്നുക. അന്ന് ഞാൻ നേരിട്ട് വന്ന് കയറേണ്ട ഇടമാണിത്. അത്തവണ ഇവിടം ഒഴിവാക്കി ഞാൻ ഓടിപ്പോയി, വലിയൊരു മിടുക്ക് പോലെ. ഇന്നിപ്പോ താക്കോൽ എരന്ന് വാങ്ങി ഇവിടെ വന്ന് കയറിയിരിക്കുന്നു. എന്താത്? നേരത്തെയും കേട്ടു. ഭ്രാന്തന്റെ നിലവിളി. അവിടെ എവിടെ ഒരു വീട്ടില് ഒരാമത്തിലൊരു ഭ്രാന്തൻ കിടപ്പുണ്ട്. ഒരുപാട് കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുക. ചെക്കനാ പറഞ്ഞ് ആമത്തി കിടന്നു പറഞ്ഞിട്ട് കാലിൽ വ്രണായി. അവിടെ ചങ്ങലയുടെ കണ്ണി വരയുമ്പോ വിളിച്ചു പോണതാ. എനിക്ക് ആ ഭ്രാന്തന്റെ കാലിലെ മുറിവാകാൻ കൊതിയാവുക. ചങ്ങലയുടെ ഒരൊറ്റ കണ്ണിയുമായിട്ട് മാത്രം ബന്ധമുള്ള ഉണങ്ങാത്ത ഒരു മുറിവ്. എന്തിനാ എന്നെപ്പറ്റി ആ കുട്ടിയോട് പറയാൻ പോയത്? വല്ല കാര്യം ഉണ്ടായിരുന്നോ? പറയാൻ എനിക്കാകെ ഈ ഒരു കഥയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പറഞ്ഞു. വേണ്ടിയിരുന്നില്ല. ആ കുട്ടിക്ക് വെറുതെ ഒരു മനപ്രയാസത്തിന്. രാധയ്ക്ക് ആകെ പേടി ഒറ്റ പെണ്ണിനെ ഉള്ളൂ. നീ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരികയില്ലായിരുന്നു. അതെ, ഇവിടെ ഒക്കെ തണുത്തിട്ടുണ്ടാവും. ആഹാ, എങ്ങനെയുണ്ട്? കുറച്ച് തണുത്തന്നേ ഉള്ളൂ, എന്നാലും നല്ല എരിവ്. ദൂരെ ഉണ്ടേ, അവിടുന്ന് ഞാൻ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു നേരം ആവുവേ. പിന്നെങ്ങനെയാ തണുക്കാണ്ടിരിക്ക? ഞാൻ വരാട്ടോ. ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ മുഖം കാണുമ്പോഴും ഓർക്കും. മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കും. മറക്കുമായിരിക്കും അല്ലേ? പിന്നെ മറക്കാതെ. പക്ഷെ എനിക്ക് മറക്കണ്ട. വരുന്ന വഴിക്ക് വെറുതെ ആലോചിച്ചു, ഇത്തവണ അന്നത്തെ പോലെ ക്ലാരയെ ഞാൻ കെട്ടട്ടെ എന്നൊരു ചോദ്യം വന്നാൽ ഞാൻ എന്തു ചെയ്യുന്നു? പക്ഷെ എനിക്ക് തന്നെ തോന്നി ആ ചോദ്യം ഇനി വരില്ലെന്ന്. വന്നിരുന്നെങ്കിൽ? വന്നില്ലല്ലോ. ശ്രദ്ധിച്ചോന്നറിയില്ല, ഇത്തവണ നമ്മൾ കൂടുതൽ നേരം സംസാരിച്ചത് രാധയെക്കുറിച്ചാ. നന്നായി. ആദ്യമായിട്ട് മോഹം തോന്നുന്ന ആളിനെ തന്നെ ജീവിതം മുഴുവൻ കിട്ടുകയെന്ന് പറയുന്നത് ഭാഗ്യമുള്ളവർക്കേ കിട്ടൂ.
നല്ല കുട്ടികൾക്കേ കിട്ടൂ. ക്ലാരയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹം തോന്നിയിട്ടുള്ളത് ആരോടാവും? കൺട്രാക്ടറോട് തന്നെ. ആദ്യമായിട്ടും അവസാനമായിട്ടും. HK ലാൽവാനി, ബോംബെ. ആരേത്? ഒരു മാർവാടി പയ്യനാ. പുള്ളി ആദ്യം മീറ്റ് ചെയ്ത ഉടനെ എന്നെ കല്യാണം കഴിക്കാൻ തിരക്കൂട്ടിയ ആളാ, നമ്മളെപ്പോലെ. എന്നിട്ടെന്താ, പയ്യൻ അവന്റെ അച്ഛനെയും അമ്മയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നളഞ്ഞു. പിന്നെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇതാരാ? ആരാ ഈ കക്ഷി? എല്ലാ സ്റ്റേറ്റിലും ഓഫീസും ഫോണും ഒക്കെ ആയിട്ട്. മോനി ജെ ജോസഫ്, ഹൈദരാബാദ്. ആ മലയാളിയാ? ആ, മൂവാറ്റുപുഴ. പക്ഷെ പുള്ളി ഹൈദരാബാദിൽ സെറ്റിൽ ചെയ്തിട്ട് ഒരുപാട് കാലായി. ഈ വെരി നൈസ് മാൻ. സ്ഥിരം ഫ്രണ്ടാ? എന്ന് പറഞ്ഞൂടാ. മൂപ്പർക്കും ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്നാ പറയുന്നത്. ബാച്ചിലർ പ്ലേ ബോയാ? അല്ല, ഈസ് എ വിഡോവർ. ഭാര്യ മരിച്ചതാ ഒരു ആക്സിഡന്റില്. കളവനാ? മോനെ കടിക്കൺട്രാക്ടറെ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ തിരക്കുന്നത്? ഓർക്കുന്നത് അതല്ലേ, ഇത്തവണ മാത്ര മഴ പെയ്യാഞ്ഞത്. അതിന്റെ അർത്ഥം ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ കാണുന്നുണ്ടാവില്ല എന്നായിരിക്കും. അല്ല. എന്തിനാ ഇനി നമ്മൾ കാണുന്നേ? എനിക്കും അറിയില്ല. പക്ഷേ ഇനി കാണില്ല എന്ന് പറഞ്ഞ് പിരിയണ്ട. എന്റെ ഈ വരവ് രാധയ്ക്കൊരു ബുദ്ധിമുട്ടാവരുത്. ഇല്ല. രാധ അറിയരുത് നമ്മൾ തമ്മിൽ കണ്ടത്. ഇല്ല. എങ്കിൽ കാണില്ല എന്ന് പറഞ്ഞ് ഇത്തവണ പിരിയണ്ട. പക്ഷെ എന്നായാലും ഒരിക്കൽ നമ്മൾ പിരിയേണ്ടവരാണ്. എങ്ങനെ അറിയാം? എനിക്കറിയാം. രാധ മണ്ണാറത്തൊടിയിൽ വരുന്ന ദിവസം വരെ മാഷക്ക് ക്ലാരയെ കാണാൻ കിട്ടുള്ളൂ. എന്നാ പോട്ടെ തടി കൺട്രാക്ടറെ. എന്നാൽ ഇതിനിടയ്ക്ക് എത്രയോ വിക്രിയകൾ, എന്തൊക്കെ ഉല്ലാസങ്ങൾ. അതിനിടയിലൊക്കെ ചിലപ്പോ ഏതോ ഒന്ന് രണ്ട് പെൺകുട്ടികളും വന്നു പോയിരുന്നു. അവിടെയൊക്കെ ഞാൻ പഴയ ഞാൻ തന്നെ നിന്നു. എങ്കിലും എനിക്കറിയാമായിരുന്നു, ക്ലാര വന്നാൽ. ഏതായാലും വന്നില്ലേ? വന്നു പോയില്ലേ? പോയി. ഇനി വരില്ല. വന്നാലും ജയേട്ടൻ കാണാൻ പോവാതിരുന്നാ മതി. പോവോ? പോവില്ല. എനിക്ക് ഈയൊരു ഇനി ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ഞാൻ വാക്ക് തന്നിട്ട് വേണേ തെറ്റിച്ചോളൂ, ഞാൻ അറിയാതെ. അങ്ങനെ ഒരു വാക്ക് തന്നിട്ട് കാര്യണ്ട്. ജയേട്ടൻ വാക്ക് തരൂ. വാക്ക്. ഇനി ഈ വാക്ക് തെറ്റിക്കാൻ ജയേട്ടൻ വിചാരിച്ചാലും നടക്കില്ല. എങ്കിൽ രക്ഷപ്പെട്ടു. ഇനി എന്റെ വാക്ക്. ജയേട്ടൻ ഇപ്പൊ തന്നെ ഈ വാക്ക് തെറ്റിച്ചാൽ, തെറ്റിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ രാധ ജയേട്ടന്റേതായിരിക്കില്ല.